ഹിൻഡൻബർഗ് റിസർച്ച് അദാനിക്കെതിരെ കുറ്റങ്ങൾ നിരത്തി പ്രസിദ്ധീകരിച്ച 32,000 വാക്കുകളുള്ള റിപ്പോർട്ടിൽ 99% കഴമ്പില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ സെബി അധ്യക്ഷ മാധവി പുരിബുച്ചിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ പൊന്നിന്റെ വിലയാണ്. കാരണം ഹിൻഡൻബർഗ് എന്ന കമ്പനി അടച്ചുപൂട്ടി ഉടമ ആൻഡേഴ്സൺ മുങ്ങുമ്പോൾ അതിന് പിന്നിൽ മാധവി പുരിബുച്ച് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസും അതിനൊരു കാരണമാണ്. തെളിവുകളില്ലാതെ അദാനിക്കെതിരെ വെറുതെ ആരോപണങ്ങൾ വാരി വലിച്ചെറിഞ്ഞ് എന്തിനെന്ന വിശദീകരണമാണ് മാധവി പുരിബുച്ച് ആൻഡേഴ്സണോട് ചോദിച്ചത്. ഇപ്പോഴിതാ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രാഥമിക ഓഹരി വിൽപ്പന, അതായത് IPO എന്ന പേരിൽ നടക്കുന്ന കോടികളുടെ അഴിമതിയെ തുറന്നു കാണിക്കുകയായിരുന്നു മാധവി പുരിബുച്ച്. കടലാസ് വില പോലുമില്ലാത്ത കമ്പനികളെ ഓഹരി വിപണിയിലേക്ക് IPOയുടെ പേരിൽ എത്തിച്ച് കോടികൾ കൊയ്യുന്ന പ്രവണത ഇന്ത്യയിൽ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിലാണ് അസോസിയേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഓഫ് ഇന്ത്യ അതിൻ്റെ 13ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാധവി പുരിബുച്ച് IPOയ്ക്ക് കമ്പനികളെ ഒരുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർമാർക്ക് പരസ്യമായി ചില താക്കീതുകൾ നൽകിയത്. ഓഹരി വിൽപ്പനയുടെ പേര് പിരിച്ചെടുക്കുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. കള്ളക്കമ്പനികളെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രാഥമിക ഓഹരി വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾക്ക് തന്നെ തടയാൻ കഴിയും. ഉദ്ഘാടന പ്രസംഗത്തിൽ സെബി അധ്യക്ഷ മാധവി പുരിബുച്ച് പറഞ്ഞു. അതുകൊണ്ട് IPOയ്ക്കായി കമ്പനികളെ കൊണ്ടുവരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർമാർ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ പിഴവുകൾ സംഭവിച്ചാൽ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സെബി എന്താണ് ചെയ്യേണ്ടി വരിക എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്നാണ് മാധവി പുരിബുച്ച് അഭിപ്രായപ്പെടുന്നത്. 3 വർഷം മുൻപ് വരെ മോശം നിലയിൽ പ്രവർത്തിച്ച കമ്പനിയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നല്ല വിറ്റുവരവുള്ള കമ്പനിയായി അവതരിപ്പിച്ച് IPOകളുടെ പേരിൽ പണം പിരിച്ച് ഓഹരി വിപണിയിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർമാർ ബോധവാന്മാരല്ലേ? ഇത്രയും ഉയർന്ന ഫീസ് നൽകി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർമാരെ ഇത്തരമൊരു കള്ളക്കമ്പനി വാടകയ്ക്കെടുത്ത് എന്തിനാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിവില്ലേ? മാധവി പുരിബുച്ച് ചോദിക്കുന്നു. രാജ്യത്ത് IPO ഫണ്ടുകളുടെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് പിന്നിൽ IPO നടത്തുന്ന കമ്പനികളുടെ ആളുകളും വിദേശ നിക്ഷേപർ ഉൾപ്പെട്ട ദുരൂഹമായ പണമിടപാടുകളുമാണ്. സോഫ്റ്റ്വെയർ വാങ്ങൽ, കമ്പനികൾ വാങ്ങൽ, തൊട്ടറിയാൻ സാധിക്കാത്ത മറ്റു സ്വത്തുക്കൾ സ്വന്തമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് IPO ഫണ്ടുകൾ പലരും വഴിതിരിച്ചുവിടുന്നത്. IPO വഴി പിരിച്ചെടുക്കുന്ന തുക എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നിർദ്ദേശിക്കാൻ നമുക്ക് അധികാരമില്ലെങ്കിലോ അതേക്കുറിച്ച് തീരെ ആർക്കും ഉത്തരവാദിത്വമില്ലെന്ന് വാദിച്ചാൽ അത് സമ്മതിക്കാനാവില്ലെന്നും മാധവി പുരിബുച്ച് പറയുന്നു. ഭാവിയിൽ IPO നടത്തി പണം തട്ടിയാൽ കമ്പനികളെ മാത്രമല്ല അവരെ നിയന്ത്രിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെയും ശിക്ഷിക്കുന്ന സംവിധാനം കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ ചില സൂചനകളാണ് മാധവി പുരിബുച്ച് നൽകിയത്.